ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവർ വീഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ. ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. മലയാളത്തിൻ്റെ എവർഗ്രീൻ താരജോഡികളായ ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടെ തിയേറ്റർ കത്തിക്കുന്നതാണ് കണ്ടതെന്ന് പറയാം. അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് തുടരുമെന്ന സിനിമ. താരജോഡികൾ വീണ്ടും ഒന്നിച്ചപ്പോൾ മലയാളികൾക്ക് കിട്ടിയത് വളരെ നല്ലൊരു സിനിമയെന്ന് പറയാം. കാരണം ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളല്ല, കണ്ടൻറ്റാണ് സിനിമയെ വിജയിപ്പിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഈ സിനിമയിലൂടെ തെളിഞ്ഞിരിക്കുകയാണെന്ന് പറയാം. കാരണം നല്ലൊരു കണ്ടൻറ്റ് എടുത്തിട്ട് സംവിധായകൻ തരുൺ മൂർത്തി നല്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുന്നത്, അത്രയ്ക്ക് പ്രസക്തമായ അല്ലെങ്കിൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊരു കണ്ടൻറ്റ് എടുത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ആ ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ആ ഒരു കണ്ടൻറ്റുകൾ, അതിനെ അനുസരിച്ചുള്ളൊരു കണ്ടൻറ്റ് എടുത്ത് ലാലേട്ടനെയും ശോഭന ചേച്ചിയും കൂടെ ലീഡ് റോളിലാക്കി തിയേറ്ററങ്ങ് കത്തിക്കുകയായിരുന്നു. കാരണം നല്ലൊരു സിനിമയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമ എന്ന് പറയാം. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ട വളരെ തൃപ്തി തോന്നിയ ഒരു പടം, അതാണ് ഈ തുടരുമെന്ന സിനിമ എന്ന് പറയുക. കാരണം സെക്കൻഡ് ഹാഫൊക്കെ നിന്ന് കത്തുകയാണെന്ന് പറയാം. സ്റ്റാർട്ടിങ് വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കഥയിലേക്ക് പോയി സെക്കൻഡ് ഹാഫിൽ നിന്നങ്ങ് കത്തുകയാണ്. നമുക്കറിയാം, മുണ്ട് മടക്കി കുത്തിയ ലാലേട്ടനെ പണിയറിയാവുന്നതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ് എന്നത്. അത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, ദൃശ്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ ഇത് തന്നെയാണ് ഈ സിനിമയിലും. കാരണം നല്ല പണിയറിയാവുന്നതിൻ്റെ കയ്യിൽ ലാലേട്ടനെ പോലൊരു ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ പടം ഇവിടെ അങ്ങ് നിൽക്കുകയല്ല എന്നതിൻ്റെ തെളിവാണ് ഈ തുടരുമെന്ന പടം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിവ് പോലെ ലാലേട്ടൻ്റെ റോൾ അതിമനോഹരമായിട്ട് ചെയ്തു. ചില സീനുകളൊക്കെ ആ ഒരു ഫേസ് പറയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം പറയും. അവിടുത്തെ ആ ഒരു സീനിൻ്റെ ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ പറയും. ചില എക്സ്പ്രഷൻസൊക്കെ അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതിലൊരു സീനുണ്ട്, ബാത്റൂമിൽ ഇങ്ങനെ വീണിട്ട് അദ്ദേഹം കരയുന്നൊരു സീനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ ലാലേട്ടനെ കൊണ്ട് മാത്രമേ അങ്ങനത്തെ സീനൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത്ര ഇമോഷൻസിനെയൊക്കെ തൻ്റെ ഫേസിലൂടെ ക്യാരി ചെയ്ത് നമ്മളെ ഓഡിയൻസിനെ വിശ്വസിപ്പിക്കുന്ന അതൊക്കെ ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. മറ്റഭിനേതാക്കൾ ശോഭന ചേച്ചി, വിൻറ്റേജ് താരയോടി കാണാൻ തന്നെ വളരെ രസമുണ്ട് രണ്ടുപേരെയും. ശോഭന ചേച്ചിയുടെ റോളും വളരെ മനോഹരമായിട്ട് ചെയ്തു. ഇതിലെടുത്തു പറയേണ്ടത്, എനിക്കിഷ്ടപ്പെട്ടത് വില്ലൻ്റെ ആ ഒരു പെർഫോമൻസാണ്. സിനിമ കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ആരാണ് ഈ മോഹൻലാൽ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്ത് ആരാണെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കിട്ടിയത്, പ്രകാശ് വർമ്മ. ഇദ്ദേഹം ഒരു പരസ്യ സംവിധായകനാണ്. അതായത് വോഡഫോൺ, സൂസു പരസ്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്. ഹജ്ജിൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒത്തിരി പരസ്യങ്ങൾ ചെയ്ത് പ്രശസ്തി നേടിയ ഒരു ആളാണ്. പക്ഷേ അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്ന സിനിമയാണ്. പക്ഷേ ഒരിക്കലും ഈ സിനിമ കണ്ടാലും നമുക്ക് ആ ഒരു പ്രകാശ് വർമ്മ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയാണെന്ന് തോന്നുകയില്ല. അതുപോലൊരു അഭിനയം, അല്ലെങ്കിൽ ലാലേട്ടനെ പോലൊരു മഹാനടൻ്റെ ഒപ്പം പിടിച്ചിരിക്കാൻ, അതേ രീതിയിൽ തന്നെ കട്ടയ്ക്ക് പിടിച്ചിരിക്കാനൊരു ഇദ്ദേഹത്തിനെ കൊണ്ട് അതിന് സാധിച്ചു. അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ തന്നെ ഓപ്പോസിറ്റ് അത്ര പവർഫുള്ളായിട്ട് തന്നെ ഇദ്ദേഹം ആ റോളിൽ ഹാൻഡിൽ ചെയ്തു എന്നാണ്. ആ ഒരു ചിരിയും ആ ഒരു വില്ലനിസവും അടിപൊളിയായിട്ട് തോന്നി. ഉറപ്പായിട്ടും തോന്നി എല്ലാവരും ആദ്യം തേടുക ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം സിനിമ തീർന്ന ഉടനെ ഞാൻ നോക്കിയത് ഇദ്ദേഹം ആരാണെന്ന്, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് റോൾ ചെയ്ത് ആരാണെന്നാണ് ഞാൻ തോന്നിയത്. പ്രകാശ് വർമ്മ വളരെ അടിപൊളിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ റോളുകൾ ചെയ്തത്. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചാൻസുകൾ സിനിമയിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റഭിനേതാക്കൾ എല്ലാവരും അവരവരുടെ ജോലികൾ വളരെ മനോഹരമായി ചെയ്തു. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു ഭാരതിരാജ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് സംവിധായകൻ. അത് വളരെ സർപ്രൈസായിട്ട് തോന്നി. പിന്നെ MG ശ്രീകുമാറിൻ്റെ ആ ഒരു പാട്ടും വളരെ അടിപൊളിയായിരുന്നു. ജാക്സ് വിജയുടെ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ഷാജി കുമാർ വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് നൈറ്റ് സീൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ ഫൈറ്റൊക്കെ വളരെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ജയിൽ ഫൈറ്റൊക്കെ നമുക്ക് വളരെയധികം ഗൂംസംസാണ് നൽകുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫുള്ള് രോമാഞ്ചിഫിക്കേഷനാണ്. കണ്ടൻറ്റാണ് കഥ, കണ്ടൻറ്റാണ് ഇവിടെ ഹീറോ എന്ന് തോന്നാം. കണ്ടൻറ്റാണ് ഇവിടെ ഹീറോ. കാരണം ആ ഒരു അടിപൊളി കണ്ടൻറ്റാണ് ഈ സിനിമയെ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത് തന്നെ. ഇങ്ങനെ കൊണ്ടുപോയി ക്ലൈമാക്സിൽ ഇതെങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എന്നൊക്കെ നമ്മളെ പിടിച്ചിരുത്തി ക്ലൈമാക്സ് വരെ നമ്മളവിടെ പിടിച്ചിരുത്തിയാണ് ഈ സിനിമ. ഇതിൻ്റെ കണ്ടൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത്. ഒരു കാര്യം മനസ്സിലായി, ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പുറകെ പോകാതെ കണ്ടൻറ്റുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അത് നിന്ന് കത്തുമെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ തുടരുവിന് ലഭിക്കുന്ന ഈ മനോഹരമായ മാസ്മരിക റെസ്പോൺസ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാനിന്ന് കാണുമ്പോൾ ഷേണ തിയേറ്ററിലാണ് ഞാൻ പടം കണ്ടത് എറണാകുളത്ത്.
ഭയങ്കര ക്രൗഡായിരുന്നു. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെയാണ്. ഫാമിലി ഓഡിയൻസ് ആണ് 60 വയസ്സ് തൊട്ട് അമ്മമാർ, അവരുടെ മക്കൾ, അങ്ങനെ ഫാമിലി ആയിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത്. നല്ലൊരു കുടുംബചിത്രമായതുകൊണ്ട് തന്നെ ഇനിയും ഫാമിലി ഓഡിയൻസ് ഇടിച്ച് കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജാതി മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എല്ലാം കൊണ്ടും വളരെ തൃപ്തി തന്ന്, വളരെ സന്തോഷത്തോടു കൂടി കൊടുത്ത കാശ് മുതലാക്കി, അല്ലെങ്കിൽ നമ്മളൊരു പൈസ കൊടുത്തിങ്ങനെ കാണുമ്പോൾ അതുക്കും മേലെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന, അല്ലെങ്കിൽ ആ കൊടുത്ത കാശിനുള്ള അതിനകത്ത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതാണ് നമുക്ക് തിയേറ്റർ വിട്ട് വന്നപ്പോൾ നമുക്ക് തോന്നിയത്. പക്ക അടിപൊളി സിനിമ, നല്ല കണ്ടൻറ്റും കാര്യങ്ങളും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കളക്ഷൻ വാരിക്കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിയേറ്ററുകൾ ഇനിയും നിറയുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ലാലേട്ടൻ്റെ ജൈത്രയാത്ര തുടരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.